അങ്ങനെ നമ്മുടെ സുധീഷ് ഇങ്ങനെ നീതിയോട് ഓരോന്നും പറയുന്ന സമയത്ത് നമ്മുടെ നീതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതി പറയുന്നുണ്ട് സുധീഷിനോട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പതുക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ നിധിയുടെ വണ്ടിയാണെങ്കിൽ അവിടെ നിൽക്കണ സമയത്ത് നമ്മുടെ സുധീഷ് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നിധിനെ കാണാനില്ല. എന്തായാലും സുധീഷ് ബാക്കിലേക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു എന്താ പറ്റിയ നിധി എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്ന് പറഞ്ഞു. അത് മഴ കൊണ്ടിട്ടായിരിക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ് നാളെ മുതൽ കുട പിടിച്ച് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. എന്താ നിധി കളിയാക്കണ്, നിനക്ക് എത്രയും പെട്ടെന്ന് ഞാനൊരു പുതിയ വണ്ടി വാങ്ങിത്തരാമെന്ന് പറയുന്നത് സുധീഷ്. ആ സമയത്ത് നമ്മുടെ നിധി പറഞ്ഞു അയ്യോ എനിക്കൊന്നും വേണ്ടായേ, ഇതൊന്നും എങ്ങനെയെങ്കിലും ഇപ്പോൾ ശരിയാക്കാൻ എന്താ വഴി, എനിക്കാണെങ്കിൽ ഓഫീസിലേക്ക് ലേറ്റായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് പറയുന്നുണ്ട് ഇവിടെ ഹരീഷിൻ്റെ ഷോപ്പ് അടുത്തല്ലേ, എന്തായാലും ഞാൻ വണ്ടി ഉന്തി കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് നേരെയാക്കിയിട്ട് അണക്ക് ഓഫീസിൽ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടി വണ്ടി ഉന്തിയിട്ട് പതുക്കെ നമ്മുടെ ഹരീഷിൻ്റെ ഇവിടേക്ക് എത്തുന്നുണ്ട്, ഷോപ്പിൻ്റെ അവിടേക്ക് എത്തുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹരീഷ് നീതുവായിട്ടിരുന്ന ഗംഭീര വർത്തമാനമാണ്. നീതുവിനോട് പറയുന്നുണ്ട് എന്തിനാണെന്നറിയില്ല ഏട്ടൻ ഇത്രയും ധൃതി പിടിക്കുന്ന കല്യാണത്തിന് വേണ്ടിയിട്ട്, ഏട്ടൻ ഒന്നും അന്വേഷിക്കാതെയാണ് കല്യാണം നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പറഞ്ഞിട്ട് നല്ല കാര്യമല്ലേ നടത്തിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ, നിൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മളുടെയും കല്യാണം കഴിയുമെന്ന് പറഞ്ഞിട്ട് നീതു. ആ സമയത്ത് നമ്മുടെ ഹരീഷിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവിതം അങ്ങനെ നശിക്കേണ്ടത് എനിക്ക് ഇഷ്ടമല്ല, എന്തായാലും ഞങ്ങളിത് അന്വേഷിച്ചിട്ടേ നടത്തൂ എന്നൊക്കെ പറയുന്നത്. നീ ഒന്നും ഉണ്ടായിരിക്കും, നിൻ്റെ ഏട്ടൻ ആരേച്ച കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയണ്ട. ആ സമയമാകുമ്പോൾ നമ്മുടെ നിധി സുധീഷും വണ്ടി ഉന്തിക്കൊണ്ട് അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹരീഷിനോട് പറയുന്നുണ്ട് എന്താണെന്നറിയില്ലടാ വണ്ടി ഇവിടെ നടുവിൽ കേട് വന്നു എന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നീതുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടെ തന്നെ ഫുൾ ടൈം പണി എന്ന് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടാൾ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണം കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ആ കല്യാണം വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഏട്ടൻ എന്തിനത്ര ധൃതി കൂട്ടണമെന്ന് മനസ്സിലാവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും ആവട്ടെ, 32 വയസ്സായില്ലേ, ഇനി കല്യാണം കഴിച്ചിട്ട് എന്താ വെച്ചാൽ അനുഭവിക്കട്ടെ, കല്യാണം കഴിക്കാതിരിക്കണേക്കാൾ ഭേദമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, നമ്മുടെ സുധീഷിനും ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് വണ്ടി നേരെയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുധീഷും നിധി ആ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ ഹരീഷ് നീതുവിനോട് പറയുന്നുണ്ട് നീ എന്ത് വർത്താനം പറഞ്ഞ്, എൻ്റെ ഏട്ടൻ അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിച്ച് ഇരിക്കേണ്ടതല്ല, നീ എന്താ നിനക്ക് നിൻ്റെ കാര്യം മാത്രമല്ല, നീ ഒരു സെൽഫിഷ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് നമ്മുടെ നീതുവിന് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും നീതു പറയുന്നുണ്ട് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ നീതു ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ സുധീഷ് സുഭാഷ് ഏട്ടൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോകുന്നുണ്ട്. വർക്ക് സൈറ്റിൽ പോയിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. എന്നിട്ട് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടാ നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് ഇന്നലെ അല്ലടാ നമ്മൾ കണ്ടേ, പിന്നെന്താ വിളിക്കണത്, അങ്ങനെയല്ല നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിക്കും പറയുകയൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ അടുത്ത് നമ്പറില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയുന്നത് 1 മിനിറ്റ് നിൽക്കി എന്ന് പറഞ്ഞിട്ട് വേഗം ബ്രോക്കറെ വിളിക്കേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നമ്പർ തരാൻ പറയുന്നുണ്ട്. നിനക്ക് എന്തിനാ ആ നമ്പർ എന്ന് ചോദിക്കേണ്ട ആ ബ്രോക്കർ സുധീഷിനോട്, എനിക്കല്ല ഏട്ടനെ സംസാരിക്കാനാന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ബ്രോക്കർ ആ നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് സുഭാഷിൻ്റെ ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുധീഷ് ആ നമ്പർ എഴുതി അവൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ സുധീഷ് ആ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ പെൺകുട്ടി വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. നമ്മുടെ സുധീഷ് നിധിനെയും കൂട്ടിയിട്ട് ആ പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് എല്ലാവരും കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. കോഫി കുടിക്കുന്ന സമയത്ത് നമ്മുടെ നിധി ചോദിക്കേണ്ടത് നിങ്ങളിപ്പോൾ എന്താ ഈ കല്യാണം കഴിക്കണ ഉദ്ദേശം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അയാളോട് എത്രയും പെട്ടെന്ന് അയാളുടെ വിചാരം എനിക്ക് അയാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്, അയാളുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഡൈവേഴ്സായ പിറ്റത്തെ ആഴ്ച ഞങ്ങളെ കല്യാണം നടത്തണം, അതിന് മുമ്പേ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിധി ആ പെൺകുട്ടിയാണെങ്കിൽ നീട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് നിധിയും പറയുന്നുണ്ട് എന്തായാലും ഏട്ടനോടുള്ള ഇഷ്ടം കാരണമല്ല ഈ സ്ത്രീ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത്, ഈ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവിനുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടാളുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ നമ്മുടെ സുധീഷ് മനസ്സിലാക്കുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട് ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും നീട്ടി പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.